ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ലീവ് കഴിഞ്ഞ് തിരികെ പോവാണ് കേട്ടോ. വളരെ വേഗം തന്നെ തിരിച്ചു വരണം, കാരണം ശിവരാത്രി ഉത്സവമാണ്. നമ്മുടെ നാട്ടിലെ ഭയങ്കര വലിയ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ദേ രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം കുളിച്ച് റെഡിയായി. അപ്പോഴേക്കും അമ്മ വൈകിട്ടത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി തരുവാണ്. പൊതിച്ചോറ് വലിയ ഇഷ്ടമായതുകൊണ്ട് പൊതി തന്നെയാണ് പൊതിഞ്ഞ് തരുന്നത്. അപ്പോൾ ദേ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, അയലയായിരുന്നു കേട്ടോ. അയല കറി വെച്ചതുകൊണ്ടായിരുന്നു. ഞാൻ കറി സെപ്പറേറ്റ് എടുക്കേണ്ട, ചോറിൽ തന്നെ ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈ 10 പാത്രമൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതാകുമ്പോൾ ഒറ്റ പൊതിയായിട്ട് നമുക്ക് ബാഗിൽ വെക്കാം. അപ്പോൾ ഈ പൊതിയുന്ന എൻ്റെ അമ്മയില്ലേ, എൻ്റെ അമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം. ജീവിതത്തിൽ പല സമയത്തും പകച്ചു നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് മുന്നോട്ടെന്നുള്ളൊരവസ്ഥയിൽ മരണം വരെ പോയിട്ട് തിരികെ ഞാൻ ജീവിതത്തിലേക്ക് വന്നതാണ്. അപ്പോഴൊക്കെ എൻ്റെ അമ്മ മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഒറ്റപ്പെട്ടപ്പോഴെല്ലാം എപ്പോഴും കൂട്ടായിട്ട് ചീത്ത പറയുമെങ്കിലും വഴക്കിടുമെങ്കിലും എൻ്റെ ഈ പൊന്നമ്മ മാത്രമേ എനിക്ക് കൂട്ടായിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇപ്പോഴും ഞാൻ എൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോവാണ്. അപ്പോൾ ഞാൻ പോന്നപ്പോൾ എൻ്റെ ആമിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ പൊന്നുപോലെ നോക്കിക്കണേന്ന് പറഞ്ഞ് ഞാൻ അമ്മ ഏൽപ്പിച്ചിട്ട് ദേ ജോലി സ്ഥലത്തെത്തി. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി നാളെ ഉടുക്കാനുള്ള യൂണിഫോം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ അധികം താമസിക്കാതെ തന്നെ പൊതിച്ചോറ് എടുത്തു. നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ചോറും മീൻകറിയും മെഴുക്കുവരട്ടിയും മീൻ വറുത്തതുമൊക്കെ കൂട്ടി ഞാനൊരു പിടി പിടിക്കുകയാണ്. എനിക്കെന്നും വീഡിയോ ഇടാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മൾ വീട്ടിലല്ലാത്തതുകൊണ്ടും ഹോസ്റ്റലിലായതുകൊണ്ടും മിക്കവാറും അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടാകാറില്ല. എനിക്ക് ഈ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കണമെന്നുണ്ട്. പക്ഷേ എന്നും എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല, ജോലിക്ക് പോകാതിരിക്കാനും പറ്റില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.